അങ്ങനെ ദശാംശ സംഖ്യകളുടെ മൂന്നാമത്തെ ക്ലാസ് എത്തിയിരിക്കുന്നു. മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണ് മക്കളെ. മൂന്നാമത്തെ പാർട്ട് വീഡിയോയിൽ നമ്മൾ ഇന്ന് എത്രാമത്തെ ടൈപ്പ് മുതലാണ് തുടങ്ങുന്നേ? 6ാമത്തെ ടൈപ്പ് മുതലാണ് ചെയ്യുന്നത്. 5 ടൈപ്പുകൾ 2 പാർട്ട് വീഡിയോകളിലായിട്ട് പഠിച്ചു അല്ലേ? ദശാംശ സംഖ്യകളുടെ ബേസിക്കുകളൊക്കെ ഫസ്റ്റ് സെക്കൻഡ് പാർട്ട് വീഡിയോകളിലായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഈ മൂന്നാമത്തെ പാർട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ. ഇന്ന് നമ്മൾ ആവർത്തിത സംഖ്യകളെ കുറിച്ച് മനസ്സിലാക്കുക. റിക്കറിംഗ് നമ്പേഴ്സ്, ആവർത്തിത സംഖ്യകൾ. ശ്രദ്ധിച്ച് കേട്ടോണം, മനസ്സിലാക്കിക്കോണം മക്കളെ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ചോദ്യം 0.333 എക്സെട്ര എക്സെട്ര എന്നതിന് തുല്യമായ ഭിന്നസംഖ്യ. ഞാൻ എടുത്തെഴുതുവാണ്, ശ്രദ്ധിച്ചോ. 0.333 എക്സെട്ര ഇതിന് തുല്യമായ ഭിന്നസംഖ്യ, അല്ലെങ്കിൽ ഇതിനെ ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റാനാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, പോയിന്റിന് മുൻപ് സംഖ്യകളൊന്നുമില്ല, പോയിന്റിന് ശേഷമുള്ള സംഖ്യകളെല്ലാം ആവർത്തിക്കുവാണ്. ശ്രദ്ധിച്ചോ, ചോദ്യത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കണം. പോയിന്റിന് മുൻപ് പൂർണ്ണസംഖ്യകളൊന്നുമില്ല, പോയിന്റിന് മുൻപ് സംഖ്യകളൊന്നുമില്ല. ഉണ്ടോ? പോയിന്റിന് മുൻപ് സംഖ്യകളൊന്നുമില്ല. പോയിന്റിന് ശേഷമുള്ള സംഖ്യകളെല്ലാം ആവർത്തിക്കുവാണ് അല്ലേ? ഇവിടെ ഒരു സംഖ്യ മാത്രമാണ് ആവർത്തിച്ചു പോകുന്നത്. ഏത്? 3 എന്ന സംഖ്യ ആവർത്തിച്ച് പോകുന്നു. അപ്പോൾ വേണമെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങനെ ചുരുക്കി എഴുതാം. 0.3 ബാർ, 0.3 ബാർ എന്നതിനെ ചുരുക്കി എഴുതാൻ പറ്റും. 3 ബാർ എന്ന് പറഞ്ഞാൽ ആവർത്തിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം 0.333 എക്സെട്ര എന്നതിനെ 0.3 ബാർ എന്ന് എഴുതാം. ഇങ്ങനെ ഒരു സംഖ്യ മാത്രം ആവർത്തിച്ചാൽ അതിൻ്റെ ഭിന്നസംഖ്യാരൂപം കാണാൻ ആ സംഖ്യ ഡിവൈഡഡ് ബൈ 9 ചെയ്താൽ മതി മക്കളെ. അപ്പോൾ 0.333 എക്സെട്ര എന്നതിൻ്റെ ഭിന്നസംഖ്യാരൂപം 3/9 അല്ലെങ്കിൽ 1/3 ആണ്. നിങ്ങൾ കാൽക്കുലേറ്ററിൽ 1/3 എന്ന് ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം 0.3333 എക്സെട്ര എന്നല്ലേ കിട്ടുന്നേ. അപ്പം ഇത്ര ഓർത്ത് വെക്കുക. എന്താണ് ഇവിടുത്തെ പ്രത്യേകതകൾ? ഒന്ന്, പോയിന്റിന് മുൻപ് സംഖ്യകളൊന്നുമില്ല, പോയിന്റിന് ശേഷമേ സംഖ്യകളുള്ളൂ. ആ സംഖ്യകളെല്ലാം ആവർത്തിക്കുന്നതാണ്. ഒരു സംഖ്യ മാത്രമാണ് ഇവിടെ ആവർത്തിച്ചു പോകുന്നത്. ഇങ്ങനെ ഒരു സംഖ്യ മാത്രം ആവർത്തിച്ചാൽ അതിൻ്റെ ഭിന്നസംഖ്യാരൂപം കാണാൻ ആ സംഖ്യ ഡിവൈഡഡ് ബൈ 9 ചെയ്യണം. ഒരു സംഖ്യ മാത്രം ആവർത്തിച്ചാൽ അതിൻ്റെ ഭിന്നസംഖ്യാരൂപം കാണാൻ ആ സംഖ്യ ഡിവൈഡഡ് ബൈ 9 ചെയ്യണം. റെഡി? നോട്ട് സൈഡിലേക്ക് എഴുതിക്കോ. ഒരു സംഖ്യ മാത്രം ആവർത്തിച്ചാൽ അതിൻ്റെ ഭിന്നസംഖ്യാരൂപം കാണാൻ ആ സംഖ്യ ബൈ 9. 3 മാത്രം ആവർത്തിക്കുന്ന അതിൻ്റെ ഭിന്നസംഖ്യാരൂപം 3/9. ഓക്കെ, അപ്പം അടുത്ത ചോദ്യം 0.555 എക്സെട്ര എന്നതിൻ്റെ ഭിന്നസംഖ്യാരൂപം എത്ര? അപ്പം നിങ്ങൾ നോക്കിയേ, ഇവിടെ ഇതിനെ നമുക്ക് ചുരുക്കി എങ്ങനെ എഴുതാം? 0.5 ബാർ എന്ന് എഴുതാം അല്ലേ? അപ്പം ഇവിടെ ആവർത്തിക്കുന്നത് ഒരേ ഒരു സംഖ്യയാണ്, 5. അപ്പം അതിൻ്റെ ഭിന്നസംഖ്യാരൂപം കാണാൻ ആ സംഖ്യ ഏതാണോ ആവർത്തിക്കുന്നത് അത് ബൈ 9 ചെയ്യണം. അപ്പോൾ ഉത്തരം 5/9 ആണ് മക്കളെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അപ്പോൾ ഒരു സംഖ്യ മാത്രം ആവർത്തിച്ചാൽ അതിൻ്റെ ഭിന്നസംഖ്യാരൂപം കാണാൻ ആ സംഖ്യ ബൈ 9. നെക്സ്റ്റ് ചോദ്യം കണ്ടോ? 0.4343 എക്സെട്ര. ദശാംശത്തിന് മുൻപ് സംഖ്യകളൊന്നുമില്ല, ശേഷമുള്ള സംഖ്യകൾ ആവർത്തിക്കുന്നു. ഇതിനെ ചുരുക്കി എഴുതിയാൽ 0.43 ബാർ എന്നാണ് വരുന്നത് അല്ലേ? അതായത് 43 എന്ന സംഖ്യയാണ് ആവർത്തിച്ച് വരുന്നത്. ഒരു സംഖ്യ മാത്രമല്ല ആവർത്തിക്കുന്നത്, 2 സംഖ്യകൾ ആവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ 2 സംഖ്യകൾ ആവർത്തിച്ചാൽ അതിൻ്റെ ഭിന്നസംഖ്യാരൂപം കാണാൻ ആ സംഖ്യ, ആവർത്തിക്കുന്ന സംഖ്യ 43 അല്ലേ, ആ സംഖ്യ ബൈ 99 ചെയ്യണം. ഇപ്പം 2 സംഖ്യകൾ ആവർത്തിച്ചാൽ അതിൻ്റെ ഭിന്നസംഖ്യാരൂപം കാണാൻ ആ സംഖ്യ ഡിവൈഡഡ് ബൈ 99. ഒരു സംഖ്യ മാത്രം ആവർത്തിച്ചാൽ അതിൻ്റെ ഭിന്നസംഖ്യാരൂപം കാണാൻ ആ സംഖ്യ ബൈ 9. 2 സംഖ്യകൾ ആവർത്തിച്ചാൽ അതിൻ്റെ ഭിന്നസംഖ്യാരൂപം കാണാൻ ആ സംഖ്യ ബൈ 99. ക്ലിയർ ആണല്ലോ? അങ്ങനെയെങ്കിൽ സെറ്റാ. അടുത്തത് ചോദ്യം കണ്ടോ? 0.513 എക്സെട്ര. ഇതിനെ ചുരുക്കി എങ്ങനെ എഴുതാം? 0.513 ബാർ, കാരണം ആവർത്തിക്കുന്നതിന് മുകളിൽ ബാർ ഇടുക. അപ്പോൾ എനിക്ക് മനസ്സിലായി 3 സംഖ്യകൾ ആവർത്തിക്കുന്നുണ്ട്.
ഇങ്ങനെ 3 സംഖ്യകൾ ആവർത്തിച്ചാൽ അതിൻ്റെ ഭിന്നസംഖ്യാരൂപം കാണാൻ ആ സംഖ്യ ഡിവൈഡഡ് ബൈ 999 ചെയ്താൽ മതി. ഒരു സംഖ്യ മാത്രം ആവർത്തിച്ചാൽ അതിൻ്റെ ഭിന്നസംഖ്യാരൂപം കാണാൻ ആ സംഖ്യ ബൈ 9. 2 സംഖ്യകൾ ആവർത്തിച്ചാൽ അതിൻ്റെ ഭിന്നസംഖ്യാരൂപം കാണാൻ ആ സംഖ്യ ബൈ 99. 3 സംഖ്യകൾ ആവർത്തിച്ചാൽ അതിൻ്റെ ഭിന്നസംഖ്യാരൂപം കാണാൻ ആ സംഖ്യ ഡിവൈഡഡ് ബൈ 999. ഓക്കെ അല്ലേ? നിങ്ങൾ കാൽക്കുലേറ്ററിൽ 513/999 ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം 0.513 513 513 എക്സെട്ര എന്ന് പറഞ്ഞു വരും. അപ്പോൾ ഈ നോട്ട് ക്ലിയർ ആണോ? അപ്പോൾ എഴുതി വെച്ചോണേ. അപ്പം ഈ ചോദ്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചോ. പോയിന്റിന് മുൻപ് സംഖ്യകളൊന്നുമില്ല, പോയിന്റിന് ശേഷമുള്ള സംഖ്യകളെല്ലാം ആവർത്തിക്കുന്നുമുണ്ട്. ഇങ്ങനെ വരുമ്പോഴാണ് ഈ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം, പോയിന്റിന് മുൻപ് സംഖ്യകളൊന്നുമില്ല, പോയിന്റിന് ശേഷമുള്ള സംഖ്യകളെല്ലാം ആവർത്തിക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യം വരുമ്പോൾ പോയിന്റിന് മുൻപ് സംഖ്യകളൊന്നുമില്ല, പോയിന്റിന് ശേഷമുള്ള സംഖ്യകളെല്ലാം ആവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോഴാണ് ഒരു സംഖ്യ മാത്രം ആവർത്തിച്ചാൽ ആ സംഖ്യ ബൈ 9, 2 സംഖ്യകൾ ആവർത്തിച്ചാൽ ആ സംഖ്യ ബൈ 99, 3 സംഖ്യകൾ ആവർത്തിച്ചാൽ ആ സംഖ്യ ബൈ 999 ചെയ്യാം. ഓക്കെ ആണല്ലോ മക്കളെ? ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു ചോദ്യം ഇവിടെ ചെയ്യാവേ. നോക്ക്, 0.555 എക്സെട്ര പ്ലസ് 0.666 എക്സെട്ര അല്ലേ? നമുക്കറിയാം ഇതിൻ്റെ ഭിന്നസംഖ്യാരൂപം 5/9 അല്ലേ മക്കളെ? യെസ്. പ്ലസ് ഇതിൻ്റെ ഭിന്നസംഖ്യാരൂപം 6/9 അല്ലേ മക്കളെ? ആണ്. കൂട്ടുമ്പം ഡിനോമിനേറ്റേഴ്സ് ഒരേപോലെയാണെങ്കിൽ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ കൂട്ടിയാൽ പോരെ. 5ഉം 6ഉം 11/9 അല്ലേ? 11/9 എന്ന് പറഞ്ഞാൽ നമുക്ക് 1.12 എക്സെട്ര എന്ന് കിട്ടും. സോ ആൻസർ ഓപ്ഷൻ ഏതാ? ബി ആണ് കറക്റ്റ് കേട്ടോ. 0.555 എക്സെട്ര 5/9, 0.666 എക്സെട്ര 6/9, കൂട്ടുമ്പോൾ 11/9 വരും അല്ലേ? 11/9 എന്ന് പറഞ്ഞാൽ 1.12 എക്സെട്രയാണ് കേട്ടോ. ഓക്കെ, ചെയ്തതിൽ സംശയമൊന്നുമില്ല, ക്ലിയർ ആണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ലെവൽ കഴിഞ്ഞു. ആവർത്തിത സംഖ്യകളുടെ ഫസ്റ്റ് ലെവൽ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? ദശാംശത്തിന് മുൻപ് സംഖ്യകളൊന്നുമില്ല, ശേഷമുള്ള സംഖ്യകളെല്ലാം ആവർത്തിക്കുന്നുണ്ട്. അതാണ് ഈ ഒരു മോഡൽ ചോദ്യങ്ങളുടെ പ്രത്യേകത. ഇനി നമ്മൾ അടുത്ത ലെവലിലേക്ക് പോവാം. കണ്ടോ എന്താ ചോദ്യത്തിൽ വന്ന വ്യത്യാസം? ദശാംശത്തിന് മുൻപ് സംഖ്യകളുണ്ട്, ദശാംശത്തിന് ശേഷമുള്ള സംഖ്യകൾ ആവർത്തിക്കുന്നു. ദശാംശത്തിന് മുൻപ് 1 കിടപ്പുണ്ട്, ശേഷമുള്ള സംഖ്യകൾ ആവർത്തിക്കുന്നത്. ശരിയല്ലേ മക്കളെ? ഇതാണ് അടുത്ത സെക്ഷനെ. പ്രത്യേകത ശ്രദ്ധിച്ച്, ഈ പോയിന്റിന് മുൻപ് സംഖ്യ ഉണ്ട്, മുമ്പേ പോയിന്റിന് മുമ്പ് സംഖ്യ ഇല്ലായിരുന്നു, പോയിന്റിന് ശേഷമുള്ള സംഖ്യകൾ ആവർത്തിച്ചേ. ഇത് പോയിന്റിന് മുൻപ് സംഖ്യ ഉണ്ട്, പോയിന്റിന് ശേഷമുള്ള സംഖ്യകൾ ആവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ വന്നാൽ എങ്ങനെ ചെയ്യും? ശ്രദ്ധിച്ച് കണ്ടോ. ദേ ചോദ്യം 1.555 എക്സെട്ര എന്നല്ലേ മക്കളെ? എനിക്കിതിനെ ഇങ്ങനെ മുറിച്ച് എഴുതാൻ മേലെ 1 + 0.555 എക്സെട്ര എന്ന് എഴുതാമല്ലോ. കാരണം 1.555 എക്സെട്ര എന്ന് പറഞ്ഞാൽ 1 + 0.55 എക്സെട്ര അല്ലേ? ഓക്കെ, ഇനി 1 ഞാൻ അങ്ങനെ തന്നെ എഴുതി, പ്ലസ് 0.555 എക്സെട്ര എന്ന് പറഞ്ഞാൽ 5/9 അല്ലേ? ഒരു സംഖ്യ മാത്രം ആവർത്തിച്ചാൽ നമുക്കറിയാം ആ സംഖ്യ ബൈ 9 ചെയ്യാമെന്ന് പഠിച്ചില്ലേ? ഇനി ഇത് കൂട്ടിയാൽ മതി. ഇത് കൂട്ടുമ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 9 + 5 14/9. കണ്ടോ? അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 14/9 മക്കളെ. ഇത്രയുള്ള പരിപാടി. ഓപ്ഷൻ ഡി. ചെയ്ത് മനസ്സിലായോ? 1.555 എക്സെട്ര. എന്താ പ്രത്യേകത? പോയിന്റിന് മുൻപ് സംഖ്യകളുണ്ട് അല്ലേ? പോയിന്റിന് ശേഷമുള്ള സംഖ്യകളാണ് ആവർത്തിക്കുന്നത്. ഓക്കെ, അപ്പം അതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. 1 + 0.555 എക്സെട്ര എന്ന് എഴുതി, 1 അങ്ങനെ തന്നെ എഴുതി, 0.555 എക്സെട്ര 5/9 ആണ്. ഇനി ഇത് തമ്മിൽ കൂട്ടി 1ഉം 5/9 കൂട്ടുമ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? 1നെ 1/1 എന്ന് എഴുതാം, പ്ലസ് 5/9 ആണോ മക്കളെ? കൂട്ടുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, 9 + 5 14/9 എന്ന് വരും. കണ്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. കണ്ടോ? 2.777 എക്സെട്ര സ്പ്ലിറ്റ് ചെയ്തേ. 2 + 0.777 എക്സെട്ര ആണോ? യെസ്. 2 + 0.777 എക്സെട്ര 7/9 അല്ലേ മക്കളെ? ആണോ? ഇത് കൂട്ടി എഴുതിയാൽ പോരെ. 9 × 2 18 + 7 25/9 കിട്ടും. 25/9 ആണോ? ആൻസർ 25/9 ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇത്രയുള്ള പരിപാടി.
എളുപ്പമല്ലേ? 2.77 എക്സെട്ര എന്നതിനെ മുറിക്കാം. 2+0.77 എക്സെട്ര. 0.77 എക്സെട്ര 7/9 അല്ലേ? പിന്നെ അത് രണ്ടും കൂടെ കൂട്ടി, വേറെ ഒന്നും ചെയ്തില്ല. അടുത്ത ചോദ്യം നോക്കിയേ. 1.171717 എക്സെട്ര. മുറിക്കാലോ. 1+0.171717 എക്സെട്ര ആണോ? യെസ്. 1+0.1717 എന്ന് പറയുമ്പോൾ രണ്ട് സംഖ്യയല്ലേ ആവർത്തിക്കുന്നത്. അതിനെ 17/99 എന്ന് പറയാമല്ലോ. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1/1 ആണല്ലോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 99 + 17/99 വരും. ആണോ മക്കളെ? സോ 116/99 എന്ന് കിട്ടും ഉത്തരം. 116/99. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 116/99 ചെയ്തത് പക്ക. ഓക്കെ, എങ്കിൽ മുന്നോട്ട് വീണ്ടും. അപ്പം നമ്മൾ രണ്ടാമത്തെ സെഷൻ കഴിഞ്ഞ് അടുത്ത സെഷനിലേക്ക് വരിക. എന്താണ് ഈ ചോദ്യത്തിലെ വ്യത്യാസം? 0.2777 എക്സെട്ര എക്സെട്ര എക്സെട്ര. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, പോയിന്റിന് ശേഷമുള്ള എല്ലാ സംഖ്യകളും ആവർത്തിക്കുന്നില്ല. നമ്മൾ ഇതേവരെ ചെയ്തതിൽ പോയിന്റിന് ശേഷമുള്ള സംഖ്യകൾ ആവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നോക്കിയേ, പോയിന്റിന് ശേഷം ഒരു 2 ഉണ്ട്, പിന്നെ 7 ഉണ്ട്, പിന്നെയുള്ളതാ ആവർത്തിക്കുന്നത്. അതായത് പോയിന്റിന് ശേഷം ആവർത്തിക്കാത്ത സംഖ്യയും പിന്നെ ആവർത്തിച്ചു പോകുന്ന സംഖ്യയുണ്ട്. അതാണ് ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത. കണ്ടോ? പോയിന്റിന് ശേഷം ഒരു 2 ഉണ്ട്, പിന്നെയുള്ള 7. ഈ 7 മാത്രമേ ആവർത്തിക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിലെ വ്യത്യാസം. വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഇതിനെ അങ്ങ് ചുരുക്കി എഴുതാം. എങ്ങനെയാണ് ഇതിനെ ചുരുക്കുന്നത്? 0.27 ബാർ. 7ൻ്റെ മുകളിൽ മാത്രം ബാർ ഇടുക. 0.27 ബാർ. കാരണം 7 മാത്രമല്ലേ ആവർത്തിക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ മുകളിൽ മാത്രം ബാർ ഇട്ടു. ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഇനി ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കണം. ഇതിൻ്റെ ഉത്തരത്തിന് ഒരു ന്യൂമറേറ്ററും ഉണ്ട്, ഒരു ഡിനോമിനേറ്ററും ഉണ്ട്. ശരിയാണോ? ഇതിൻ്റെ ഉത്തരം ഒരു ഭിന്നസംഖ്യയാക്കാനാണല്ലോ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഉത്തരത്തിൽ ഒരു ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ട്. ഉത്തരത്തിലെ ന്യൂമറേറ്റർ കാണാൻ നമ്മൾ ചെയ്യുന്നത്, ശ്രദ്ധിച്ച് കേട്ടോണം, സൈഡിൽ നോട്ടായിട്ട് എഴുതി വെച്ചോണം. ന്യൂമറേറ്റർ കാണാൻ ചുരുങ്ങിയ സംഖ്യയിൽ നിന്നും ആവർത്തിക്കാത്ത സംഖ്യ കുറയ്ക്കുക. അതാണ് ന്യൂമറേറ്റർ. അപ്പോൾ എന്താണ് ന്യൂമറേറ്റർ? ഓക്കെ, നിങ്ങൾ ഇങ്ങനെ എഴുതി വെക്കുക കേട്ടോ. ഞാനത് കാണിച്ചു തരാം. നമുക്ക് ഉത്തരത്തിനൊരു ന്യൂമറേറ്ററും ഉണ്ട്, ഉത്തരത്തിനൊരു ഡിനോമിനേറ്ററും ഉണ്ട്. ശരിയല്ലേ? ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരെ എഴുതി വെക്കുക, ചുരുങ്ങിയ സംഖ്യയിൽ നിന്നും ആവർത്തിക്കാത്ത സംഖ്യ കുറയ്ക്കുക. അതാണ് ന്യൂമറേറ്റർ. മക്കളെ, ഇതിനെയല്ലേ ഞാൻ ഇങ്ങനെ ചുരുക്കിയത്? അപ്പോൾ ഇതാണ് ചുരുങ്ങിയ സംഖ്യ. അത് പോയിന്റ് ഒന്നും എടുക്കണ്ട, 27 അങ്ങ് എടുക്കുക. ഇതല്ലേ ചുരുങ്ങിയ സംഖ്യ. ചുരുങ്ങിയ സംഖ്യയിൽ നിന്നും ആവർത്തിക്കാത്ത സംഖ്യ കുറയ്ക്കണം. നമുക്കറിയാം ഇതിൽ 7 ആവർത്തിച്ച് പോകുന്നത്, 2 ആവർത്തിക്കാത്ത സംഖ്യ. അപ്പോൾ ചുരുങ്ങിയ സംഖ്യയിൽ നിന്നും ആവർത്തിക്കാത്ത സംഖ്യ കുറയ്ക്കുമ്പോൾ എനിക്ക് 25 കിട്ടും. ഇതാണ് നമ്മുടെ ഉത്തരത്തിൻ്റെ ന്യൂമറേറ്റർ. അപ്പോൾ എങ്ങനെ ഉത്തരത്തിൻ്റെ ന്യൂമറേറ്റർ കാണുന്നേ? ചുരുങ്ങിയ സംഖ്യയിൽ നിന്നും ആവർത്തിക്കാത്ത സംഖ്യ കുറയ്ക്കുക. അതാണ് ഉത്തരത്തിൻ്റെ ന്യൂമറേറ്റർ. ഉത്തരത്തിൻ്റെ ന്യൂമറേറ്റർ ചുരുങ്ങിയ സംഖ്യ. അപ്പോൾ എന്താ മക്കളെ, ഇതല്ലായിരുന്നോ ചോദ്യം? ഇതിനെ ഞാൻ ഇങ്ങനെ ചുരുക്കി എഴുതിയില്ലേ, 0.27 ബാർന്ന് എഴുതിയില്ലേ, അല്ലേ? ഇനി ഇത് 27 എന്നൊരു സംഖ്യയായിട്ട് അങ്ങ് എടുക്കുക, പോയിന്റ് ഒന്നും എടുക്കണ്ട. അതാണ് നമ്മുടെ ചുരുങ്ങിയ സംഖ്യ. ആവർത്തിക്കാത്ത സംഖ്യ ഇതാ 2. ഇത് ആവർത്തിക്കുന്നു, ഇത് ആവർത്തിക്കുന്നില്ല. ചുരുങ്ങിയ സംഖ്യയിൽ നിന്ന് ആവർത്തിക്കാത്ത സംഖ്യ കുറച്ച് 25. ഇതാണ് ന്യൂമറേറ്റർ. ഇനി ഡിനോമിനേറ്റർ കാണാനുള്ള എഴുതി വെക്കുക. ആവർത്തിക്കുന്ന സംഖ്യകളുടെ എണ്ണത്തിന് പകരം 9ഉം ആവർത്തിക്കാത്ത സംഖ്യകളുടെ എണ്ണത്തിന് പകരം 0 ചേർക്കണം. എന്ന് പറഞ്ഞാൽ ആവർത്തിക്കുന്ന സംഖ്യകളുടെ എണ്ണം, മക്കളെ, ആവർത്തിക്കുന്ന സംഖ്യ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, 7 മാത്രം. അത് ഒരെണ്ണം ഉണ്ട്, അതുകൊണ്ട് 9 ചേർക്കുക. അത് 2 എണ്ണം ഉണ്ടെങ്കിൽ 2 ചേർക്കണം. ആവർത്തിക്കുന്ന സംഖ്യ 3 എണ്ണം ഉണ്ടെങ്കിൽ 3 ചേർക്കണം. ആവർത്തിക്കുന്ന സംഖ്യയുടെ എണ്ണത്തിന് പകരം 9 ചേർക്കണം. ആവർത്തിക്കാത്ത സംഖ്യയുടെ എണ്ണത്തിന് പകരം 0. ഇവിടെ എത്ര സംഖ്യ ആവർത്തിക്കാത്ത? ഒരേ ഒരു സംഖ്യ ആവർത്തിക്കാത്തുള്ളൂ. അപ്പോൾ അതിന് പകരം 0 ചേർക്കണം. 90. അപ്പോൾ ഉത്തരം 25/90 ആണ്. ഇത് കുറച്ച് നമ്മളൊന്ന് ലെവൽ കൂട്ടി പഠിക്കുന്നതാണേ, ജസ്റ്റ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് അല്ല. അവിടെ ഇവിടെയൊക്കെ മോഡലായിട്ടൊക്കെ കണ്ടിട്ടുണ്ടേ, ഒന്നുമില്ല, ശ്രദ്ധിച്ച് കേട്ടോ. എത്തരം ചോദ്യങ്ങൾ പോയിന്റിന് ശേഷം എല്ലാ സംഖ്യകളും ആവർത്തിക്കുന്നില്ല.
പോയിന്റിന് ശേഷം ആവർത്തിക്കുന്ന കുറച്ച് സംഖ്യകളും ആവർത്തിക്കാത്ത സംഖ്യകളും കാണും. അപ്പോൾ അങ്ങനത്തെ ഒരു സംഖ്യ തന്നിട്ട് അതിൻ്റെ ഭിന്നസംഖ്യാ രൂപം എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കണ്ടുപിടിക്കണം. ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ സംഖ്യയിൽ നിന്നും ആവർത്തിക്കാത്ത സംഖ്യ കുറയ്ക്കുന്നതാണ്. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ ആവർത്തിക്കുന്നതിൻ്റെ എണ്ണത്തിന് പകരം 9 ചേർക്കണം, ആവർത്തിക്കാത്തതിൻ്റെ എണ്ണത്തിന് പകരം 0 ചേർക്കണം. ഇവിടെ ആവർത്തിക്കുന്നത് എത്ര എണ്ണം? ഒരെണ്ണം, അതുകൊണ്ട് ഒരു 9. ആവർത്തിക്കാത്ത എത്ര എണ്ണം? ഒരെണ്ണം, അപ്പോൾ ഒരു 0. അപ്പോൾ ബൈ 90, 25/90 ആണ് ഉത്തരം. 25/90 ചെയ്താൽ 0.2777 എക്സെട്രാ എന്ന് കിട്ടും നിങ്ങൾക്ക്. 1-2 കണക്കാകുമ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടും. ദേ മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു. ചോദ്യം ഇതാണ്, 0.7444 എക്സെട്ര. ആദ്യം ഇതിനെ ചുരുക്കി എഴുതണം. ഇതിനെ 0.74 ബാർ എന്ന് എഴുതാം. കാരണം 7 ആവർത്തിക്കുന്നില്ല, 4 മാത്രം ആവർത്തിച്ചു പോകും. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കണ്ടുപിടിക്കണം. ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ കാണാൻ ചുരുങ്ങിയ സംഖ്യയിൽ നിന്ന് ആവർത്തിക്കാത്ത സംഖ്യ കുറയ്ക്കണം. ഈ സംഖ്യേനെ ഇങ്ങനെയാണ് ചുരുക്കി എഴുതിയത്. അപ്പോൾ ചുരുങ്ങിയ സംഖ്യ 74. ഇതിൽ നിന്ന് ആവർത്തിക്കാത്ത സംഖ്യ കുറയ്ക്കണം. ഇവിടെ 4 ആവർത്തിച്ചു പോകുന്നു, 7 ആവർത്തിക്കുന്നില്ല, ആവർത്തിക്കാത്ത സംഖ്യ 7 ആണ്. ഈക്വൽ ടു നമുക്ക് 67 എന്ന് കിട്ടും. ഇതാണ് ഉത്തരത്തിൻ്റെ ന്യൂമറേറ്റർ. ചുരുങ്ങിയ സംഖ്യയിൽ നിന്നും ആവർത്തിക്കാത്ത സംഖ്യ കുറയ്ക്കുക. ഉത്തരത്തിൻ്റെ ഡിനോമിനേറ്റർ കിട്ടാൻ ചെയ്യേണ്ടത് ആവർത്തിക്കുന്നതിൻ്റെ എണ്ണത്തിന് പകരം 9. എത്ര എണ്ണം ആവർത്തിക്കുന്നുണ്ട്? ഒരെണ്ണം മാത്രം ആവർത്തിച്ചു പോകും, അപ്പോൾ ഒരു 9 ആണോ? ആവർത്തിക്കാത്തതിൻ്റെ എണ്ണത്തിന് പകരം 0. ഒരെണ്ണം മാത്രമേ ആവർത്തിക്കാത്തുള്ളൂ, ഒരു 0. സോ 67/90 ഉത്തരം. നിങ്ങൾ 67/90 കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 0.74444 എക്സെട്ര എന്നായിരിക്കും. 1-2 ചോദ്യം ചെയ്യാം നമുക്ക്. അപ്പോൾ നല്ല ക്ലാരിറ്റി വരും. നോക്ക് ചോദ്യം, 0.5121212 എക്സെട്ര. ആദ്യം ഇതിനെ ചുരുക്കി എഴുതാം. 0.512 ബാർ എന്ന് കിട്ടും അല്ലേ? 0.512 ബാർ. ഉത്തരത്തിന് ന്യൂമറേറ്ററും ഉണ്ട്, ഉത്തരത്തിന് ഡിനോമിനേറ്ററും ഉണ്ട് ആണല്ലോ. ഓക്കെ, ന്യൂമറേറ്റർ കിട്ടാൻ ചുരുങ്ങിയ സംഖ്യയിൽ നിന്ന് ആവർത്തിക്കാത്ത സംഖ്യ കുറയ്ക്കണം. മക്കളെ, ഇതിൽ ചുരുങ്ങിയ സംഖ്യ 512 ആണോ? ആവർത്തിക്കാത്ത സംഖ്യ 5. അപ്പോൾ ചുരുങ്ങിയ സംഖ്യയിൽ നിന്ന് ആവർത്തിക്കാത്ത സംഖ്യ കുറയ്ക്കുമ്പോൾ 507 കിട്ടും. ഇനി ഡിനോമിനേറ്റർ കിട്ടാൻ ആവർത്തിക്കുന്നതിൻ്റെ എണ്ണം നിങ്ങൾ ശ്രദ്ധിച്ചേ, 2 എണ്ണം ആവർത്തിക്കുന്നുണ്ട്. ആവർത്തിക്കുന്നതിൻ്റെ എണ്ണത്തിന് പകരം 9 ചേർക്കണം, അപ്പോൾ 2 9. ആവർത്തിക്കാത്തതിൻ്റെ എണ്ണത്തിന് പകരം 0 ചേർക്കണം. ഒരെണ്ണമാണ് ആവർത്തിക്കാത്തത്, അപ്പോൾ ഒരു 0 ചേർക്കണം. അപ്പോൾ 507/990 ആണ് ഉത്തരം. 507/990 ആണ് ഉത്തരം. ഇത് ചെയ്താൽ നിങ്ങൾക്ക് 0.5121212 എക്സെട്ര എന്ന് കിട്ടും. ചെയ്ത രീതി മനസ്സിലായോ? പക്കയാണോ? ആണ്. ആവർത്തിക്കുന്നത് 2 എണ്ണം, അതുകൊണ്ട് 2 9. ആവർത്തിക്കാത്ത ഒരെണ്ണം, അതുകൊണ്ട് ഒരു 0. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ നോക്ക്, ഇതും കൂടെ ചെയ്യാം നമുക്ക്. 0.345656 എക്സെട്ര എക്സെട്ര. മക്കളെ, ഇവിടെ ചുരുക്കി എഴുതാം. 0.3456 ബാർ. 56ന് മുകളിൽ ബാർ കിട്ടും. ഓക്കെ, ആദ്യം ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ. യെസ്, ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചുരുങ്ങിയ സംഖ്യയിൽ നിന്ന് ആവർത്തിക്കാത്ത സംഖ്യ കുറയ്ക്കണം. ചുരുങ്ങിയ സംഖ്യ 3456 ആണോ? ഇതിൽ നിന്ന് ആവർത്തിക്കാത്ത സംഖ്യയായ 34 കുറയ്ക്കണം. 3ഉം 4ഉം ആവർത്തിക്കുന്നില്ല, 5ഉം 6ഉം ആവർത്തിക്കുന്നത്. അപ്പം 3456 മൈനസ് 34 എന്ന് കിട്ടും. അത് 3422 എന്ന് കിട്ടും. ഇതാണ് ന്യൂമറേറ്റർ. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ, ആവർത്തിക്കുന്നതിൻ്റെ എണ്ണത്തിന് പകരം 9. ഇവിടെ 2 എണ്ണം ആവർത്തിക്കുന്നുണ്ട്, അപ്പോൾ 2 9. ആവർത്തിക്കാത്തതിൻ്റെ എണ്ണത്തിന് പകരം ഇവിടെ 2 എണ്ണം ആവർത്തിക്കുന്നില്ല, അതിന് പകരം 2 0. കണ്ടോ? സോ 3422/990 ആണ് മക്കളെ ഉത്തരവായിട്ട് വരുന്നത്. 990 അല്ല, 9900 അല്ലേ? 9900 അല്ലേ? സോ ആൻസർ ഏതാ?
ഓപ്ഷൻ 34 22/99 20 ഇത് അല്ലേ? ഇതാണ് ഉത്തരം. കണ്ടോ? ഓക്കെ ആണോ? ഇതാണ് ആവർത്തിത സംഖ്യകളുടെ ചോദ്യങ്ങൾ. ടെക്നിക്ക് ക്ലിയർ ആണോ? ഇനി ഒരു കാര്യം പറയട്ടെ മക്കളെ, ഞാൻ ഇടയ്ക്ക് ക്ലാസ്സിൽ പറയുന്നതാണ്, നമ്മൾ ഈ പഠിപ്പിച്ചു പോകുന്നത് നമ്മൾ ഈ ക്യാമറ നോക്കിയാൽ പഠിപ്പിക്കണേ അല്ലേ? ആളുകളില്ല മുന്നിൽ. ചെറിയ എററുകളൊക്കെ വരും ചിലപ്പോൾ കേട്ടോ, പറയുന്നത് ചിലപ്പോൾ മാറിപ്പോകും, ചെറിയ ചെറിയ തെറ്റുകളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഞാൻ കമൻറ്റ് ബോക്സിൽ അത് പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾ എപ്പോഴും കമൻ്റ് ഒന്ന് എടുത്ത് നോക്കിയേക്കണം കേട്ടോ. കമൻറ്റ് ബോക്സിൽ കാണും, ഫസ്റ്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിരിക്കാം. അപ്പോൾ എന്തെങ്കിലും ചെറിയ എറർ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ വീഡിയോ കഴിയുമ്പോഴും അതൊന്ന് ആ കമൻറ്റ് ബോക്സ് ഒന്ന് എടുത്ത് നോക്കിയേക്കണം കേട്ടോ. ഇനി ആ കമൻറ്റ് ബോക്സ് എടുക്കുമ്പോൾ വെറുതെ എടുക്കുന്നതല്ല, എന്നാൽ പിന്നെ എന്തെങ്കിലും 2 കമൻറ്റും കൂടി ഇട്ടേക്കണം കേട്ടോ. യെസ്, ഓക്കെ, ശരി മക്കളെ. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ അടുത്ത ടൈപ്പിലേക്ക് പോവാം. അടുത്തത് നമ്മുടെ മുമ്പേ നമ്മൾ പഠിച്ച എത്രാമത്തെ ആയിരുന്നു? എനിക്ക് ഭയങ്കര മറവിയാണല്ലോ മക്കളെ, വയസ്സും പ്രായമൊക്കെ ആയല്ലോ. തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചത് 6ാമത്തേതാണ്. ശരി, ഇനി നമ്മൾ പഠിക്കുന്നത് 7ാമത്തെയാണ് അല്ലേ? 7ാമത്തെയാണ് ദശാംശ സംഖ്യകളുടെ വർഗവും വർഗമൂലവും. എത്രാമത്തെ ടൈപ്പ്? 7ാമത്തെ ടൈപ്പ്, ദശാംശ സംഖ്യകളുടെ വർഗവും വർഗമൂലവും. ആദ്യം ദശാംശ സംഖ്യകളുടെ വർഗം കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 0.0001 ഇതിൻ്റെ സ്ക്വയർ കാണാനല്ലേ? ആണ്. ദശാംശ സംഖ്യകളെ വർഗം കാണാനുള്ള മാർഗം, ആദ്യം അതിൻ്റെ ദശാംശം അതായത് പോയിന്റ് കളയുക. 0.001ൻ്റെ പോയിന്റ് കളയുമ്പോൾ 1 കിട്ടും. അതിൻ്റെ വർഗം കാണുക. 1ൻ്റെ വർഗം 1 എന്ന് കിട്ടി. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ദശാംശ സംഖ്യകളെ വർഗം കാണാൻ, സ്ക്വയർ കാണാൻ ആദ്യം ദശാംശം കളഞ്ഞിട്ട് വർഗം കാണുക. ഇനി ചോദ്യത്തിൽ ആകെ എത്ര പോയിന്റ് ഉണ്ടോ അതിൻ്റെ ഇരട്ടി പോയിന്റ് ഉത്തരത്തിലേക്ക് ഇടുക. ചോദ്യത്തിൽ 3 പോയിന്റ് ഉണ്ടെങ്കിൽ ഉത്തരത്തിൽ 6 പോയിന്റ് വരണം. ഉത്തരത്തിൽ 6 പോയിന്റ് വരണമെങ്കിൽ ഇവിടെ എത്ര 0 ചേർക്കണം മക്കളെ? 5 0 ചേർക്കണം. എന്നാലല്ലേ 6 പോയിന്റ് ആകെ ആകത്തുള്ളൂ. ആൻസർ 0.0000001. എന്താ അതിന് കാരണം? 0.001 ഇൻറ്റു 0.001 എന്നല്ലേ ഇതിൻ്റെ സ്ക്വയറിൻ്റെ അർത്ഥം. 2 ദശാംശ സംഖ്യകൾ ഗുണിക്കാൻ തമ്മിൽ ഗുണിക്കുക. തമ്മിൽ ഗുണിക്കുമ്പോൾ 1 വരും. പോയിന്റ് കളഞ്ഞിട്ട് ഗുണിക്കുമ്പോൾ 1 വരും. ചോദ്യത്തിൽ 3 3 6 പോയിന്റ് ഉണ്ട്. 6 പോയിന്റ് ഉത്തരത്തിൽ വരണം. അങ്ങനെയല്ലേ? ദശാംശ സംഖ്യകൾ വർഗം എന്ന് പറഞ്ഞാൽ 2 ദശാംശ സംഖ്യകൾ ഗുണിക്കുന്നതല്ലേ? പോയിന്റ് മാറ്റിയിട്ട് ഗുണിക്കുക. ചോദ്യത്തിൽ ആകെ എത്ര പോയിന്റ് ഉണ്ടോ അത്രയും പോയിന്റ് ഉത്തരത്തിലേക്ക് ഇടുക. അപ്പം ഇവിടെ 3 പോയിന്റ് ഉത്തരത്തിൽ 6 വരണം. ഇവിടെ ആകെ 6 വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഉത്തരത്തിൽ 6 പോയിന്റ് ഇടുന്നത് കേട്ടോ. അപ്പം നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുക, ദശാംശ സംഖ്യകളുടെ വർഗം കാണാൻ പോയിന്റ് മാറ്റിയിട്ട് വർഗം കാണുക. ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ടോ ഇരട്ടി പോയിന്റ് ഉത്തരത്തിലേക്ക് ഇടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 0.2 സ്ക്വയർ പ്ലസ് 0.3 ക്യൂബ് ആണോ? ശരി. അപ്പോൾ ഇത് ചെയ്യുമ്പോഴേ ദശാംശ സംഖ്യയുടെ വർഗം കാണാൻ എന്താ മാർഗം? സൈഡിലേക്ക് ചെയ്യാം. 0.2ൻ്റെ എന്താ കാണണ്ടേ? സ്ക്വയർ. ദശാംശ സംഖ്യയുടെ വർഗം കാണാൻ ആദ്യം ദശാംശം മാറ്റുക. അപ്പോൾ 2 ആയി. എന്നിട്ട് വർഗം കാണുക. അപ്പം 4 കിട്ടി ആണോ? ഇനി ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ടോ അതിൻ്റെ ഇരട്ടി ഉത്തരത്തിൽ ഇടണം. ചോദ്യത്തിൽ ആകെ 1 പോയിന്റ്, ഉത്തരത്തിൽ 2 ഇടണം. അതിൻ്റെ 0.04 ആണ് അതിൻ്റെ ഉത്തരം. ഓക്കെ. ഇനി 0.3യുടെ ക്യൂബ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ മക്കളെ? ക്യൂബ് കാണാൻ ആദ്യം പോയിന്റ് മാറ്റുക. അപ്പം 3 കിട്ടി. ക്യൂബ് കാണുക. 3ൻ്റെ ക്യൂബ് 27 അല്ലേ? ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ടോ അതിൻ്റെ 3 ഇരട്ടി പോയിന്റ് ഉത്തരത്തിൽ ഇടുക. ഇത് 1 പോയിന്റ്, 3 ഇരട്ടി എന്ന് പറഞ്ഞാൽ 3 പോയിന്റ് വരണം. ഇതാണ് പോയിന്റ് ക്യൂബ് ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ വർഗം കാണാൻ ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ടോ അതിൻ്റെ ഇരട്ടി പോയിന്റ് ഉത്തരത്തിടുക. ക്യൂബ് കാണാൻ ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ടോ അതിൻ്റെ 3 ഇരട്ടി പോയിന്റ് ഉത്തരത്തിടുക. ഓക്കെ അല്ലേ? ഇനി ഇത് കൂട്ടണമല്ലോ. 0.04ഉം 0.027ഉം കൂടെ കൂട്ടുക അല്ലേ? കൂട്ടുമ്പം ഇത് 7, ഇത് 6, ഇത് 0, ഇത് പോയിന്റ്, ഇത് 0 ആണോ? 0.067 എന്ന് കിട്ടും. 0.067 എന്ന് കിട്ടും. ചെയ്തത് പക്കയാണോ? ചെയ്തത് ക്ലിയർ ആണോ? എങ്കിൽ മുന്നോട്ട് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ, 327 × 327 എത്രയാണെന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ ചോദിച്ചേക്കുന്നത് എന്താ? 0.327ൻ്റെ സ്ക്വയർ. ദശാംശ സംഖ്യകളുടെ വർഗം കാണാൻ നമുക്കറിയാം. ആദ്യം പോയിന്റ് മാറ്റുക, വർഗം കാണുക. പോയിന്റ് മാറ്റി വർഗം കാണുമ്പോൾ 327ൻ്റെ വർഗം കാണും
അല്ലേ? യെസ്, 327ൻ്റെ വർഗം ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. സ്ക്വയർ എത്രയാണ്? 10, 69, 29 അല്ലേ? 10, 69, 29. ചോദ്യത്തിൽ ആകെ 3 പോയിന്റ്, ഉത്തരത്തിൽ 6 പോയിന്റ് വരണം. ഉത്തരത്തിൽ 6 പോയിന്റ് വരുമ്പോഴത്തേക്കും ഇവിടെ പോയിന്റ് വരും. അപ്പോഴേ 2, 4, 6 പോയിന്റ് ആവത്തുള്ളൂ. സോ ഇതിൻ്റെ ആൻസർ ഇതാണ് അല്ലേ? ആൻസർ ഏതാ മക്കളെ? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ശരി, മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യന്. ഓക്കെ, ഇവിടെ 0.24 ഇതിൻ്റെ എന്ത് കാണാനാ? സ്ക്വയർ കാണാനല്ലേ? ആണോ? അപ്പോൾ ആദ്യം പോയിന്റ് കളഞ്ഞു. പോയിന്റ് കളയുമ്പോൾ 24 0.24 എന്നുള്ളത് 24 24ൻ്റെ സ്ക്വയർ അങ്ങ് കാണണം. 24ൻ്റെ സ്ക്വയർ 576 ആണെന്ന് നമുക്കറിയാം. ചോദ്യത്തിൽ 2 പോയിന്റ് ഉണ്ട്, ഉത്തരത്തിൽ ഇരട്ടി പോയിന്റ് ഉണ്ട്, 4 പോയിന്റ്. അപ്പോൾ പോയിന്റ് 0.576 എന്ന് വരും അല്ലേ? 0.0576 എന്ന് വരും. ചെയ്തത് ക്ലിയർ ആണോ മക്കളെ? എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ വർഗമൂലം കാണാനല്ലേ? ഓക്കെ, √0.0000256. ഓക്കെ, വർഗം കാണാൻ നമ്മൾ എന്താ പഠിച്ചത്? സ്ക്വയർ കാണാൻ പോയിന്റ് മാറ്റുക, സ്ക്വയർ കാണുക, ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ടോ ഇരട്ടി പോയിന്റ് ഉത്തരത്തിൽ ഇടുക. അങ്ങനെയല്ലേ പഠിച്ചേ? അതായത് പോയിന്റ് മാറ്റുക, സ്ക്വയർ കാണുക, ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ടോ ഇരട്ടി പോയിന്റ് ഉത്തരത്തിലേക്ക് ഇടുക. ഇതാണ് സ്ക്വയർ കാണാൻ പഠിച്ചത്. സ്ക്വയർ റൂട്ട് കാണാൻ എങ്ങനെയാ? ആദ്യം സ്ക്വയർ റൂട്ട് ഓഫ് ഇതല്ലേ കാണണ്ടേ? ആദ്യം ഇതിൻ്റെ പോയിന്റ് മാറ്റുക. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 256 എന്ന് വരും. സ്ക്വയർ റൂട്ട് ഓഫ് 256 16 ആണെന്ന് ഓൾറെഡി ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 16 കിട്ടും. ഇനി ചോദ്യത്തിൽ റൂട്ടിൻ്റെ അകത്ത് ആകെ എത്ര പോയിന്റ് ഉണ്ടോ? 6. അതിൻ്റെ പകുതി ഉത്തരത്തിൽ തരണം. സ്ക്വയർ കാണാൻ നേരത്ത് ഇരട്ടി ഇട്ടെങ്കിൽ സ്ക്വയർ റൂട്ട് കാണാൻ നേരത്ത് പകുതി തരണം. അപ്പോൾ 6ൻ്റെ പകുതി 3 പോയിന്റ് ഉത്തരത്തിൽ തരണം. സോ ആൻസർ 0.016 എന്ന് കിട്ടും. ഓപ്ഷൻ 0.016. 0.016. ആൻസർ ഓപ്ഷൻ സി ആണ് കുഞ്ഞുങ്ങളെ കറക്റ്റ്. മുന്നോട്ട് പോകാം. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓരോന്നായിട്ട് ചെയ്യണം. √1.69 ഇൻറ്റു √0.01 ഇൻറ്റു √0.04. ഓരോന്ന് ചെയ്യാമല്ലോ. ആദ്യം ഇത് ചെയ്യാം. ദശാംശ സംഖ്യകളുടെ വർഗമൂലം കാണാൻ, സ്ക്വയർ റൂട്ട് വർഗമൂലം, സ്ക്വയർ റൂട്ട് വർഗമൂലം കാണാൻ ആദ്യം പോയിന്റ് അങ്ങ് മാറ്റുക. അപ്പോൾ √169 എന്ന് വരും അല്ലേ? √169 13 ആണെന്ന് നമുക്കറിയാം. ചോദ്യത്തിലാകെ 2 പോയിന്റ് ഉണ്ട്, ഉത്തരത്തിൽ പകുതി 1 പോയിന്റ് ഇടണം. 1.3 കിട്ടും. ഇൻറ്റു. ശരി, ഇതിൻ്റെ ഉത്തരം കാണണം. ആണോ? ആദ്യം പോയിന്റ് മാറ്റുക. അപ്പം √1 എന്ന് കിട്ടും. √1 എന്ന് പറഞ്ഞാൽ 1. ചോദ്യത്തിൽ 2 പോയിന്റ്, ഉത്തരത്തിൽ 1 പോയിന്റ് ഇടണം. ഓക്കെ, പിന്നെ ഇത് ചെയ്യണം അല്ലേ? ആദ്യം പോയിന്റ് മാറ്റണം. അപ്പോൾ √4 കിട്ടും. √4 എന്ന് പറഞ്ഞാൽ 2. ആണോ? ചോദ്യത്തിൽ 2 പോയിന്റ്, ഉത്തരത്തിൽ 1 പോയിന്റ്. ഇതെല്ലാം കൂടെ ഗുണിക്കാനല്ലേ മക്കളെ? അപ്പം ഗുണിക്കുവാണേ. 1.3 ഇൻറ്റു 0.1 ഇൻറ്റു 0.2 അല്ലേ? ആദ്യം ദശാംശ സംഖ്യകൾ ഗുണിക്കാനുള്ള നിയമം എല്ലാത്തിൻ്റെയും പോയിന്റ് കളയുക. 13 ഇൻറ്റു 1 ഇൻറ്റു 2 എന്നിട്ട് ഗുണിക്കുക. അപ്പോൾ എനിക്ക് 26 കിട്ടി. ചോദ്യത്തിൽ ആകെ എത്ര പോയിന്റ് ഉണ്ടെന്ന് നോക്കുക. 1, 2, 3 പോയിന്റ് ഉത്തരത്തിലേക്ക് ഇടുക. സോ 0.026. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാ അല്ലേ? 0.026. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 0.026. ദശാംശങ്ങൾ ഗുണനം ഹരണമൊക്കെ പഠിച്ചതല്ലേ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ അല്ലേ? ദശാംശങ്ങൾ ഗുണിക്കാൻ പോയിന്റ് മാറ്റിയിട്ട് ഗുണിക്കുക. ചോദ്യത്തിലുള്ള ആകെ പോയിന്റുകൾ അത്ര ഉത്തരത്തിലേക്ക് ഇടുക അല്ലേ? ദശാംശങ്ങൾ വർഗം കാണാൻ പോയിന്റ് മാറ്റിയിട്ട് വർഗം കാണുക. ചോദ്യത്തിലുള്ളതിൻ്റെ ഇരട്ടി പോയിന്റ് ഉത്തരത്തിൽ ഇടുക. വർഗമൂലം കാണാൻ പോയിന്റ് മാറ്റിയിട്ട് വർഗമൂലം കാണുക. റൂട്ടിൻ്റെ അകത്തുള്ളതിൻ്റെ പകുതി ഉത്തരത്തിലേക്ക് ഇടുക. ഓക്കെ, നെക്സ്റ്റ് വൺ മക്കളെ. റൂട്ട് ഓഫ് 0.27 ഇൻറ്റു 0.03. റൂട്ട് ഓഫ് 0.27 ഇൻറ്റു 0.03. അപ്പം നമുക്കേ നിങ്ങളൊന്നും പഠിച്ചു വെച്ചോണേ. റൂട്ട് വേണ്ട, ഇപ്പോൾ വേണ്ട, പിന്നെ പറയാം. ഓക്കെ, ശരി, നമുക്കിത് ചെയ്യാം. നമുക്ക് ആദ്യം ഈ റൂട്ടിൻ്റെ അകത്ത് കിടക്കുന്നൊന്ന് സോൾവ് ചെയ്താലോ? ഓക്കെ, അപ്പോൾ റൂട്ട് ഓഫ് അല്ലേ, അത് നമുക്ക് സൈഡിലേക്ക് ചെയ്തേക്കാം.
0.27 ഇൻറ്റു 0.03 അല്ലേ? ആണ്. ഇത് ഗുണിക്കാം നമുക്ക് ആദ്യം. ദശാംശസംഖ്യകൾ ഗുണിക്കാൻ ആദ്യം പോയിന്റ് മാറ്റുക, എന്നിട്ട് ഗുണിക്കുക. 27 ഇൻറ്റു 3 81 കിട്ടും അല്ലേ? ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ടോ അത്രയും ഉത്തരത്തിലേക്ക് ഇടുക. 2ഉം 2ഉം 4 പോയിന്റ് ഉത്തരത്തിലേക്ക് ഇടുമ്പോൾ 0.0081 വരും അല്ലേ? ആ, അപ്പം ഇതിൻ്റെ ഉത്തരം 0.0081 ആണ്. അപ്പോൾ റൂട്ട് ഓഫ് 0.0081 വരും. ഇത്ര ഓക്കെ അല്ലേ? ഞാൻ ആദ്യം ചെയ്തത് റൂട്ടിൻ്റെ അകത്ത് കിടക്കുന്നത് മാത്രം എടുത്ത് എഴുതി, റൂട്ടിൻ്റെ അകത്ത് കിടക്കുന്നത് മാത്രം ചെയ്തു. ദശാംശസംഖ്യകൾ ഗുണിക്കാൻ പോയിന്റ് മാറ്റി ഗുണിക്കുക, ചോദ്യത്തിലുള്ള അത്രയും പോയിന്റ് ഉത്തരത്തിടുക. ഓക്കെ, അപ്പോൾ എനിക്ക് 0.0081 കിട്ടി. ഇനി റൂട്ടിൻ്റെ അകത്തേക്ക് ആക്കി, കാരണം റൂട്ട് ഉണ്ടായിരുന്നല്ലോ. ഇനി ദശാംശസംഖ്യകളുടെ വർഗ്ഗമൂലം കാണാൻ ആദ്യം ദശാംശം മാറ്റുക. അപ്പോൾ റൂട്ട് 81 വരും. അപ്പോൾ നമുക്ക് 9 കിട്ടും. ചോദ്യത്തിൽ ആകെ എത്ര പോയിന്റ് ഉണ്ടോ പകുതി ഉത്തരത്തിടുക. ആകെ 4 പോയിന്റ്, പകുതി ഉത്തരത്തിടുമ്പോൾ 0.09 എന്ന് വരും അല്ലേ? 0.09. ചോദ്യത്തിൽ 4 പോയിന്റ് ഉണ്ട്, ഉത്തരത്തിൽ 2 പോയിന്റ് ഇടണം. അപ്പോൾ 9 എന്നുള്ളതിന് 2 പോയിന്റ് ഇടുമ്പോൾ 0.09 എന്നാകും. ഓക്കെ അല്ലേ? ആണോ? യെസ്. എങ്കിൽ വീണ്ടും മുന്നോട്ട് അടുത്ത ചോദ്യം, അതേ മോഡല് വേറൊരു ചോദ്യം കേട്ടോ. റൂട്ട് ഓഫ് 0.01 ഇൻറ്റു 0.0064 അല്ലേ? നമുക്ക് ആദ്യം അകത്തെ സ്റ്റെപ്പ് ഒന്ന് സെപ്പറേറ്റ് ചെയ്താലോ? 0.01 ഇൻറ്റു 0.0064 എന്നല്ലേ? ദശാംശങ്ങൾ ഗുണിക്കാൻ പോയിന്റ് മാറ്റുക, എന്നിട്ട് ഗുണിക്കുക. 1 ഇൻറ്റു 64 64 എന്ന് വന്നു. ചോദ്യത്തിൽ 4ഉം 2ഉം 6 പോയിന്റ് ഉണ്ട്, ഉത്തരത്തിലേക്ക് 6 പോയിന്റ് ഇടാം. ഉത്തരത്തിലേക്ക് 6 പോയിന്റ് ഇടാം അല്ലേ? ഇനി റൂട്ടിൻ്റെ അകത്ത് അതിട്ടേക്കാം. 0.000064 എന്ന് വരും അല്ലേ? നമുക്കറിയാം പോയിന്റ് മാറ്റുക, റൂട്ട് 64 എന്ന് വരും. റൂട്ട് 64 എന്ന് പറഞ്ഞാൽ 8 ആണ്. ചോദ്യത്തിൽ 6 ദശാംശ സ്ഥാനം, ഉത്തരത്തിൽ 3 ദശാംശ സ്ഥാനം. 0.008 എന്ന് ഉത്തരം കിട്ടും. 0.008 എന്ന് ഉത്തരം കിട്ടും. ചെയ്തത് പക്കയാണോ മക്കളെ? ആണ്. മുന്നോട്ട് പോകാം. അടുത്തത് റൂട്ട് ഓഫ് 0.0001 ഇൻറ്റു 100 അല്ലേ? അപ്പോൾ ആദ്യം നമുക്കിത് ചെയ്യാം. 0.0001 ഇൻറ്റു 100 അല്ലേ? ഗുണിക്കാനുള്ള നിയമം, പോയിന്റ് കളയുക. ഇത് 1 ആയി, 100 ആയി അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമുക്ക് 100 എന്ന് കിട്ടും. ചോദ്യത്തിൽ 4 പോയിന്റ് ഉണ്ട്, ഉത്തരത്തിൽ 4 പോയിന്റ് ഇടണം. ഉത്തരത്തിൽ 4 പോയിന്റ് ഇടാൻ 1 0 ചേർത്ത് ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ 0.01 എന്നാണ് കിട്ടുന്നത് അല്ലേ? 0.01 എന്നായാലും 4 പോയിന്റ് ആവത്തു. ഓക്കെ, അപ്പോൾ റൂട്ട് ഓഫ് 0.01 എന്ന് കിട്ടും. നമുക്കറിയാം റൂട്ട് കാണാൻ പോയിന്റ് കളയുക. റൂട്ട് 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. ചോദ്യത്തിൽ 2 പോയിന്റ്, ഉത്തരത്തിൽ 1 പോയിന്റ് ഇടുക. ആൻസർ 0.1 എന്ന് കിട്ടും അല്ലേ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്. മക്കളെ, ഇതാണ് നമ്മുടെ ദശാംശ സംഖ്യകളുടെ ചോദ്യങ്ങൾ. ചെറിയൊരു ചാപ്റ്റർ അല്ലേ? വലിയ ഉപദ്രവകാരിയൊന്നും അല്ല അല്ലേ? ദശാംശസംഖ്യകൾ ഗുണനം, ഹരണം അല്ലേ, കൂട്ടൽ, കുറയ്ക്കൽ, വലുത് ചെറുത് കണ്ടുപിടിക്കാൻ, ദശാംശസംഖ്യകളെ വർഗം, വർഗ്ഗമൂലം, ആവർത്തിത സംഖ്യകൾ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളത് അത് മാത്രമേ ഉള്ളൂ അല്ലേ? കുറച്ച് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് പഠിക്കേണ്ടത്. ബാക്കിയുള്ളതെല്ലാം സിമ്പിളാണ് അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. ഇത് ക്ലിയർ അല്ലേ? പക്കയാണല്ലോ. ഇനി അപ്പം നമ്മുടെ ക്ലാസ്, അതായത് ദശാംശസംഖ്യയുടെ ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞു. ഇനി അടുത്തൊരു വീഡിയോ ഇതിൻ്റെ ഫുൾ പ്രീവിയസ് ക്വസ്റ്റിൻ്റെ ഡിസ്കഷനാണ്. അതൊരു ലെങ്തി വീഡിയോ ആയിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ കഴിഞ്ഞു, നന്നായിട്ട് പഠിച്ചതാണ് നിങ്ങളുടെ പ്രൈമറി നോട്ട്. ഇനി ഇതിൻ്റെ ഫുൾ പ്രീവിയസ് ക്വസ്റ്റിൻ്റെ ഒരു വലിയ ലെങ്തി വീഡിയോ വരും, അതും കൂടെ നമ്മൾ ചെയ്ത് പഠിക്കും. അപ്പോഴാണ് ഈ ചാപ്റ്റർ പക്കയാവുന്നത്. ഓക്കെ അല്ലേ മക്കളെ? നമ്മൾ സാധാരണ പഠിക്കുന്ന അതേ രീതിയിൽ. ഓക്കെ ആണല്ലോ? അപ്പോൾ ശരി, ടാറ്റാ.